അങ്ങനെ രുദ്രൻ്റെ ഓട്ടം തുടങ്ങി ഗൈസ്. അപ്പോൾ രുദ്രൻ ഇന്ന് സ്കൂളിലെ ഡേ ആട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലയക്കുന്ന സമയത്ത് എന്തായാലും മീനും അവന് നിർബന്ധമാട്ടോ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഓട്ടോ വന്നു. ഞങ്ങൾ അവനെ ഓട്ടോയിൽ കയറ്റിവിട്ട് അവൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ മിസ്സിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ കണ്ണിന് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അവനെ ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷം ഞാനും മീനും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോഴാണ് പൊന്നേച്ചിൻ്റെ ഒരു കോൾ വന്നത്. എടാ താശുവിനെയും കൊണ്ടൊന്ന് അംഗൻവാടി വരെ പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ നിന്ന് അംഗൻവാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ നാടാട്ടോ. ഒരുപാട് ഓർമ്മകൾ തന്ന നാടാട്ടോ ഇത്. എന്നുവെച്ചാൽ ഈ ഓരോ ഇതും നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഈ കാണുന്ന പാറക്കുണ്ടില്ലേ, ഇതിൽ നിന്നാട്ടോ നമ്മൾ ചെറുപ്പത്തിൽ കുളിക്കലും അലക്കലും ഒക്കെ ഉള്ളത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ എന്ന് മാത്രം. അപ്പോഴേക്കും ഏച്ചിയും താശുമ്മ എത്തിയിട്ടോ. അപ്പം അങ്ങനെ താശുമ്മനെ എടുത്ത് ഞങ്ങൾ നേരെ അംഗൻവാടിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചത് ഇവിടെ ആട്ടോ. 7ാം ക്ലാസ് വരെ ഞാനും ഏച്ചിയും ഏട്ടന്മാരും അനിയന്മാരൊക്കെ ഇവിടെ കേട്ടോ പഠിച്ചത്. അപ്പോൾ ഈ അംഗൻവാടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാനും ചെറുപ്പത്തിലേ ഈ അംഗൻവാടിയിലാണ് പഠിച്ചത്. അന്ന് ഇത്ര ഫെസിലിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫോട്ടോയിൽ സൂം ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മോനും ഞാൻ പഠിച്ച അംഗൻവാടിയിൽ തന്നെ പഠിക്കാൻ പറ്റിയൊരു ഭാഗ്യം. അപ്പോൾ അങ്ങനെ അംഗൻവാടിയിൽ നിന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. ചുറ്റുപാടുള്ള വീടുകൾ തന്നെ നമ്മളെ ഫാമിലി തന്നെ കേട്ടോ കൂടുതലുള്ളത്. നമ്മൾ കൂടുതലും കസിൻസ് തന്നെ കേട്ടോ അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് താശുമ്മനെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.